So good morning, dear students. Today we are going to discuss a new topic that is AC voltage applied through a capacitor. Okay. So in the last class, I think we were studied AC voltage applied through a resistor and AC voltage applied through an inductor. Okay. So here we are applying AC voltage through a capacitor. Okay. നമ്മൾ AC voltage capacitor കൊടുക്കുകയാണ്. So we know what is the EMF V is equal to V0 sin omega t. So what is capacitor? I think you are studying in the second standard. Capacitor is a device which is used to store electric charge. You know the relation of the capacitor, that is C is equal to Q by V. Okay, C is equal to Q by V. So or Q is equal to CV. Okay, so we need the value of capacitor, that is C is equal to Q by what is V? V is equal to V0 sin omega t. And from here we need the value of Q because we need to calculate current I. I kandupidikkanam. So for that we just need Q. Q is equal to CV0 sin omega t. Okay. Now I need the value of I. What is I? dq by dt. Substitute this. What is Q? CV0 sin omega t by dt. Okay. So CV0 is constant. നമുക്ക് outside എടുക്കാം. So CV0 is a constant taken outside. d by dt of sin omega t. CV0. What is sin omega t? Cos omega t into omega. Okay, cos omega t into omega. Now, now we can write CV0 omega cos omega t. So, നമുക്ക് കിട്ടി എന്ത് കിട്ടി? C omega V0 is equal to എന്ത് കിട്ടി? Cos omega t. അല്ലേ? ഞാൻ ഇവിടെ നോക്കി V0 cos omega t അവിടെ ഈ സി ഒമേഗ ഞാൻ ഇങ്ങനെ എഴുതുക 1 സി ഒമേഗ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 1 സി ഒമേഗ അർത്ഥം എന്നാ? അത് റിവേഴ്സ് പോയിട്ട് എന്ത് വരും? സി ഒമേഗ V0 എന്ന് തന്നെ വരും. ഓക്കെ, ഇനി ഞാൻ നോക്കിയതാ ഈ സൈൻ ഈ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞ പേരെന്താ? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഐ ആ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഐ അല്ലെ? സോ നമുക്ക് ഐ കണ്ടുപിടിക്കണം. സോ എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു ആണ് പറയുന്നത് കേട്ടോ. ഐ ഈസ് ഈക്വൽ ടു നോക്കി ഇവിടെ നമുക്ക് V0 ബൈ ഐ സി ഒമേഗ അല്ലെ? ഈ ഐ സി ഒമേഗ എന്തായിരിക്കും? ഇവിടുത്തെ R ആയിരിക്കും. കണ്ടോ, ഐ സി ഒമേഗ ഇവിടുത്തെ ആറാണ്. ആരാണ്? ആർ മീൻസ് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് എന്താ പറയാ? എക്സ് സി. ഓക്കെ, നമ്മൾ V0 താഴെ വരുന്ന ടൈം അല്ലേ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിന് പറഞ്ഞ പേരെന്നാ? കപ്പാസിറ്റി റെസിസ്റ്റൻസ് 1 സി ഒമേഗ, എക്സ് സി എന്ന് പറയും. സോ നമുക്ക് അതിന് എഴുതാം ഐ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? V0 ബൈ എന്താണ്? എക്സ് സി അല്ലെ? എക്സ് സി സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, then what is this? I is equal to I0 sin omega t പ്ലസ് പൈ ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐയുടെ വാല്യൂ കിട്ടിയില്ലേ? വിയുടെ വാല്യൂ എത്ര? V is equal to V0 sin omega t. I0 sin omega t പ്ലസ് പൈ ബൈ 2. സോ എന്താ വ്യത്യാസം? ഇൻഡക്ടറിലാണെങ്കിലോ ഐ വി യെക്കാളും എന്താണ് 90 ഡിഗ്രി കുറവാണ്. ഇവിടെ ഐ ആണെങ്കിലോ വി യെക്കാളും എന്താണ് 90 ഡിഗ്രി കൂടുതലാണ്. മനസ്സിലായോ? വാല്യൂ മനസ്സിലായോ? ഈ കാര്യം ഓർത്തോണം. 1 സി ഒമേഗ എങ്ങനെ എടുത്തെന്ന് കേട്ടോ. സി ഒമേഗനെ 1 സി ഒമേഗ എടുത്താൽ വാട്ട് ഇസ് മീനിങ്? ദാറ്റ് സി ഒമേഗ V0 ബൈ ഈ സി ഒമേഗ പറയുന്ന പേരെന്താണ്? റെസിസ്റ്റൻസ്. അതിന് നമുക്ക് എന്ത് വിളിക്കാം? എക്സ് സി, കപ്പാസിറ്ററിലെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റി റെസിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ദാറ്റ്? വി ബൈ ആർ I0. ഓക്കെ, സോ അടുത്ത് നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് E0? E0 ഗ്രാഫ് അറിയാലോ. E0 അതുപോലെ വരച്ചു അല്ലെ? 0, 90, 180, 270, 360 ഗ്രാഫ് വരച്ചു. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് എന്താ? ഐയുടെ വാല്യൂ കൂടി പ്ലോട്ട് ചെയ്യണം. ഐയും E0 നമ്മൾ റിലേഷൻ കാണിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഐ കപ്പാസിറ്റർ? I0 sin
ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇവിടെ നമ്മൾ എന്താ ചെയ്യണം അറിയാവോ? ഈ ഒമേഗ ടിക്ക് നേരത്തെ അതുപോലെ തന്നെ എന്താ 0, 90 വാല്യൂ കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ എന്തോ വാട്ട് ഇസ് വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ 90 എന്ന് പറയും. സൈൻ 90 എത്രയാ? സൈൻ 90യുടെ വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ അല്ലേ? സൈൻ 90യുടെ വാല്യൂ എത്രയാ? I0 ആണ്. സൈൻ 90 1 അല്ല. അപ്പൊ വാട്ട് ഈസ് I is equal to I0. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം I0. അടുത്ത നമ്മൾ എന്താ? ഇപ്പൊ 90 കൊടുക്കുമ്പോൾ എന്ത് വരും? 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് പോകും. സൈൻ 90 എത്രയാ? സൈൻ 90 1. അടുത്ത് നമ്മള് ഇതിനെത്താൻ കൊടുക്കാൻ പോകുന്നത് 90 കൊടുക്കാൻ പോകും. 90 പ്ലസ് 90 എത്ര? 180. സൈൻ 180 എത്രയാ? 0 അല്ലെ? സൈൻ 180 0 ആണ്. 90 0. അപ്പൊ നമ്മൾ ഗ്രാഫ് വരാമ്പോൾ എങ്ങനെ ഇരിക്കും? സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ അല്ലെ? ഇങ്ങനെ പോകും. ഓക്കെ. നൗ അടുത്ത 180 കൊടുക്കുമ്പോഴോ? 180 കൊടുക്കുമ്പോൾ 180 പ്ലസ് 90 270 ആണല്ലേ? 270 ആകുമ്പോൾ എന്ത് വരും? ഇത് മൈനസ് വാല്യൂവിൽ ഇൻക്രീസ് ആവും അല്ലെ? പിന്നെന്താ? പിന്നെ 270 കൊടുക്കുമ്പോഴോ അത് 0 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലെ? പിന്നെ 360 കൊടുക്കുമ്പോഴോ അത് വീണ്ടും എന്താവും? മാക്സിമം ആയിട്ട് മാറും. So this is the graph connecting എന്താണ്? What is that? V0, V and I. Okay, V and I capacitor. Okay, മനസ്സിലായോ? നമ്മൾ ഡിഫറെന്റ് വാല്യൂ കൊടുക്കുക. 0, 90, 180, 270, 360. അപ്പൊ നമുക്ക് വാല്യൂ ഗ്രാഫിങ്ങിന് വരും. ഓക്കെ, ദിസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫേസർ ഡയഗ്രാം. സോ നമുക്കറിയാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V? V is equal to V0 sin omega t and what is value of I? I is equal to and I0 sin omega t plus pi by 2. നമുക്ക് മനസ്സിലാക്കാം V എത്രയാ? ഒമേഗ ടി അല്ല, അതിനേക്കാൾ എത്രയാ? I എത്രയാ? 90 ഡിഗ്രി കൂടുതലാണ്. ഒമേഗ ടിയോട് എത്ര കൂടുതലാണ്? 90 ഡിഗ്രി കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് വരക്കാം? ഐയുടെ വാല്യൂ I നമുക്ക് ഇങ്ങോട്ട് വരക്കാം. ദിസ് ഈസ് I അല്ലെ? സോ അല്ലെ I0 ഇത് എത്രയാണ്? ഒമേഗ ടി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ്? ദിസ് ഈസ് ദ എന്താ? I അല്ലെ? ഇത് 90 ഡിഗ്രി അല്ലേ? ദിസ് ഈസ് 90 ഡിഗ്രി. നേരത്തെ വരച്ചില്ലേ? ഈ പടം നോക്കിയേ. ദിസ് ഈസ് 90 ഡിഗ്രി and this is the omega t. So what is the value of this I0? omega t യോട് എന്ത് കൂട്ടിയത്? omega t plus 90 ഡിഗ്രി കണ്ടോ? അപ്പൊ ഇങ്ങോട്ട് വരും. ക്ലിയർ? This is a phasor diagram. So we discussed 3 main topics, that is AC connected with resistor, inductor and capacitor. അടുത്തത് AC റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ, പിന്നെ AC റെസിസ്റ്റർ ഇൻഡക്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പവർ, പിന്നെ AC കപ്പാസിറ്ററുമായിട്ടുണ്ടാകുന്ന പവർ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം AC കണക്റ്റഡ് വിത്ത് പ്യൂർ റെസിസ്റ്റർ. സോ നമുക്ക് പറയുന്നത് നമ്മളൊരു ഒരു 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 AC സൈക്കിളിനകത്ത് നമുക്ക് എന്താ ഈ ഒരു ടൈം പീരീഡിലെ പവറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു ടൈം പീരീഡിലെ 0 to t ടൈം പീരീഡിലെ പവറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അത് പറഞ്ഞല്ലോ. പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ടൈം ആവറേജ് എടുക്കുന്നതെന്നും അതിന് പറഞ്ഞ പേരെന്താ RMS വാല്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം വാട്ട് ഈസ് ദ voltage V0 sin omega t in AC and current I0 sin omega t. This is instantaneous and instantaneous voltage. And നമുക്ക് what is the power? Power is equal to V into I. So what is the value of multiplying എന്ത് വരും? V0 I0 sin square omega t. Okay, then നമുക്ക് പവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ACയിലെ ആവറേജിന്റെ കൺസെപ്റ്റ് ആണല്ലേ? സോ V0 I0 sin omega t by ടൈം ആവറേജ്, പിന്നെന്താ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, ആ കൺസെപ്റ്റ് ആണ്. സോ നമ്മൾ പഠിച്ചു ഓൾറെഡി അത്. 0 to t അല്ലെ? 1/t ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പവർ കണ്ടുപിടിക്കുന്ന റൂട്ട് മീൻ സ്ക്വയർ കൺസെപ്റ്റ് ആണ്. ആ റൂട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? 0 to t ആവറേജ് എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ചെയ്തിരിക്കുക. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയറിൽ 0 to t. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കി, ഇവിടെ നമുക്ക് ഇതാ V0 I0 പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റ് ആണ്. ദെൻ 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി dt. ഓക്കെ, സൈൻ സ്ക്വയർ ഒമേഗ ടി dt. ഓക്കെ, നമ്മൾ ഈ നേരത്തെ പഠിച്ച ഇക്വേഷൻ നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. ഇത് തന്നെ, ഇത് നമ്മൾ നോർമൽ വാട്ട് ഈസ് RMS വാല്യൂ ഒന്നും ചെയ്തതാണ്, അതേ കൺസെപ്റ്റ് ആണ്. സോ ഇവിടെ നമ്മൾ V0 I0 by t 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇവിടെ നമുക്ക് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ 2 ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് എടുക്കുവാണേ. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so what is the value of this? ഈ 2 sin square omega t എന്താ? 1 minus
cos 2 omega t. Okay, 1 minus cos 2 omega t from എന്താണ് 0 to t. സോ നമ്മൾ പറഞ്ഞു നോക്കാം. V0 I0 by t 0 to t 1 minus cos 2 omega t by 2 into dt അല്ലെ. നമുക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ എന്ത് വരും, 1ന്റെ ഇന്റഗ്രേഷൻ എന്താ t അല്ലെ. then cos 2 omega t എന്താ sin 2 omega 2 by 2 omega അല്ലെ. ഈ 2 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. sin 2 omega t എന്ന് വരും, അതായത് by 2 omega. നോ അപ്ലൈയിങ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് 0 ആയിരിക്കും അല്ലെ. അപ്പർ ലിമിറ്റ് മാത്രം കൊടുക്കുക, t മൈനസ് ലോവർ ലിമിറ്റ് 0. അപ്പൊ ആവശ്യമില്ല, മൈനസ് എന്താ ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക t. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് t? t is equal to എന്താ c അല്ല, വാട്ട് ഈസ് ഒമേഗ 2 പൈ ബൈ t അല്ലെ. പറഞ്ഞല്ലോ ടിയും ടിയും കട്ടാകുമ്പോൾ എന്ത് കിട്ടും, 4 പൈ എന്ന് വരും അല്ലെ. സൈൻ 4 പൈ എന്താന്ന് പറഞ്ഞാൽ 0 ആണ്, ഓൾറെഡി പറഞ്ഞാൽ നേരത്തെ. സോ വാട്ട് ഈസ് v0 I0 by 2t into t കൊടുത്താൽ മതി. ഇത് 0 ആയി പോയില്ലേ, into t ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ v0 I0 by 2 കിട്ടും. ദാറ്റ് ഈസ് v0 by 2 ഞങ്ങൾ എഴുതാം √2 into √2. അപ്പൊ v0 I0 by 2 എന്തെഴുതാം, v0 by √2 into I0 by √2. ദാറ്റ് ഈസ് vrms into irms. അപ്പൊ ഇതാണ് ഇവിടുത്തെ AC നമ്മൾ എന്താ റെസിസ്റ്ററിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ. AC is the power when AC applied through a resistor.